നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന 2026 ജൂൺ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ജൂൺ മാസത്തെ പെൻഷൻ എപ്പോൾ ലഭിക്കും? വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്താണ്? ലൈഫ് മസ്റ്ററിംഗ് നിർബന്ധമാണോ? പെൻഷൻ മുടങ്ങാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? തുടങ്ങിയ എല്ലാ പ്രധാന വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗിക ഉത്തരവുകളും അറിയിപ്പുകളും അനുസരിച്ചാണ് അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാകുക. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. കേരള സർക്കാർ വിവിധ വിഭാഗങ്ങളിലായി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിത പെൻഷൻ, കാർഷിക തൊഴിലാളി പെൻഷൻ, മറ്റ് ക്ഷേമനിധി ബോർഡുകളുമായി ബന്ധപ്പെട്ട പെൻഷനുകൾ. ഈ വിഭാഗങ്ങളിലെ യോഗ്യരായ ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളിൽ ഒന്നാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അവരുടെ വരുമാന വിവരങ്ങൾ പുതുക്കി നൽകേണ്ടതാണ്. 2026 ജൂൺ 30 വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഈ തീയതിക്ക് മുമ്പ് രേഖകൾ സമർപ്പിക്കാത്തവർക്ക് പിന്നീട് പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. പലർക്കും ഈ അറിയിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരം പരമാവധി ആളുകളിലേക്ക് എത്തിക്കേണ്ടത് വളരെ പ്രധാനമാണ്. എവിടെയാണ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതെന്ന ചോദ്യമുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ പോർട്ടൽ വഴിയും ഓൺലൈൻ സൗകര്യം ഉപയോഗിക്കാൻ കഴിയുന്നവർക്ക് വീട്ടിലിരുന്ന് തന്നെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തേത് അക്ഷയ കേന്ദ്രം വഴിയാണ്. ഓൺലൈൻ നടപടികൾ അറിയാത്തവർക്ക് സമീപത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി രേഖകൾ സമർപ്പിക്കാം. ആവശ്യമായ രേഖകൾ കൈവശം കരുതിയാൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ അപേക്ഷ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കും. സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? പലരും ചോദിക്കുന്ന ഒരു സംശയമാണിത്. വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഭാവിയിലെ പെൻഷൻ ഗഡുക്കൾ താൽക്കാലികമായി തടഞ്ഞു വയ്ക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അവസാന തീയതി വരെ കാത്തിരിക്കാതെ എത്രയും വേഗം രേഖകൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. സമർപ്പിച്ച രേഖകൾ ശരിയായി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം ലൈഫ് മസ്റ്ററിംഗ് നിർബന്ധമാണോ എന്നുള്ളതാണ്. അതെ, സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ വാർഷിക ലൈഫ് മസ്റ്ററിംഗ് നിർബന്ധമാണ്. ഗുണഭോക്താവ് ജീവനോടെ ഉണ്ടെന്നും പെൻഷന് ഇപ്പോഴും അർഹതയുണ്ടെന്നും ഉറപ്പുവരുത്താനാണ് സർക്കാർ ലൈഫ് മസ്റ്ററിംഗ് നടപ്പിലാക്കുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെ പെൻഷൻ പിന്നീട് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓരോ ഗുണഭോക്താവും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി ലൈഫ് മസ്റ്ററിംഗ് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ പോർട്ടൽ സന്ദർശിക്കുക. പെൻഷൻ നമ്പർ നൽകുക, സ്റ്റാറ്റസ് പരിശോധിക്കുക. അല്ലെങ്കിൽ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് ചോദിച്ചറിയാം. സ്റ്റാറ്റസ് സംബന്ധിച്ച സംശയങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട ഓഫീസറുമായി ബന്ധപ്പെടുന്നത് ഉചിതമാണ്. ഇനി അടുത്തത് യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിനായി ചില അടിസ്ഥാന യോഗ്യതകൾ നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യമാണ് കുടുംബവാർഷിക വരുമാനം. അപേക്ഷകന്റെ കുടുംബവാർഷിക വരുമാനം നിശ്ചിത പരിധിക്ക് താഴെയായിരിക്കണം. രണ്ടാമത്തേതാണ് കേരളത്തിൽ സ്ഥിരതാമസം. അപേക്ഷകൻ കുറഞ്ഞത് 3 വർഷമെങ്കിലും കേരളത്തിൽ തുടർച്ചയായി താമസിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യമാണ് മറ്റ് സർക്കാർ മാനദണ്ഡങ്ങൾ. ഓരോ പെൻഷൻ പദ്ധതിക്കും പ്രത്യേക യോഗ്യതാ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും. അവ പാലിക്കുന്നവർക്കാണ് പെൻഷൻ അനുവദിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ വിതരണം എങ്ങനെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. മെയ് മാസത്തെ പെൻഷൻ വിതരണം പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഏകദേശം 1070 കോടി രൂപ അനുവദിച്ചിരുന്നു. സംസ്ഥാനത്താകെ ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഈ തുക വിതരണം ചെയ്തത്. മെയ് 25 മുതൽ ഘട്ടം ഘട്ടമായാണ് വിതരണം നടന്നത്. ഇതിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ചർച്ചകളുമുണ്ട്. അടുത്തിടെ സ്ത്രീകൾക്കായി വിവിധ ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനങ്ങൾ വന്നാൽ അവയുടെ വിശദാംശങ്ങൾ പ്രത്യേക വീഡിയോയിൽ അറിയിക്കുന്നതാണ്. നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റും ലൈഫ് മസ്റ്ററിംഗുമാണ്. ഗുണഭോക്താക്കൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. നിങ്ങളുടെ പെൻഷൻ സജീവമാണോ എന്ന് പരിശോധിക്കുക.
ലൈഫ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഉടൻ സമർപ്പിക്കുക. ജൂൺ 30 അവസാന തീയതി മറക്കരുത്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. അതുപോലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പാക്കുക. ഇനി ഏവരും കാത്തിരുന്ന ജൂൺ മാസത്തെ പെൻഷൻ വിതരണം എപ്പോൾ എന്ന ചോദ്യമാണ്. കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം എപ്പോൾ ആരംഭിക്കുന്ന കാര്യമാണ്. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 2026 ജൂൺ 25 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ സർക്കാർ പിന്തുടർന്നിരുന്ന വിതരണ ഷെഡ്യൂൾ പരിശോധിക്കുമ്പോൾ മെയ് 25 പെൻഷൻ വിതരണം ആരംഭിച്ചത്. അതേ മാതൃകയിൽ തന്നെയാണ് ജൂൺ മാസത്തെയും വിതരണം ക്രമീകരിക്കും എന്നാണ് വിലയിരുത്തൽ. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തുന്നവർക്കും സഹകരണ ബാങ്ക് വഴിയോ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയോ പെൻഷൻ ലഭിക്കുന്നവർക്കും ഘട്ടം ഘട്ടമായിരിക്കും വിതരണം നടക്കുക. അതുകൊണ്ട് ജൂൺ 25 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന ദിവസങ്ങളിൽ അക്കൗണ്ട് നിരന്തരം പരിശോധിക്കുന്നത് നല്ലതാണ്. ജൂൺ 25 മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് സൂചന ലഭിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ ദിവസം തുക ലഭിക്കണമെന്നില്ല. ബാങ്ക് അക്കൗണ്ട്, സഹകരണ ബാങ്ക്, നേരിട്ടുള്ള വിതരണം തുടങ്ങിയ രീതികൾ അനുസരിച്ച് ദിവസങ്ങളുടെ വ്യത്യാസം ഉണ്ടായേക്കാം. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂൺ 30-നകം രേഖകൾ പുതുക്കിയില്ലെങ്കിൽ ഭാവിയിലെ പെൻഷൻ ഗഡുക്കൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ അവസാന ദിവസം വരെ കാത്തിരിക്കാതെ രേഖകൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തത് ലൈഫ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. കഴിഞ്ഞ വർഷങ്ങളിലെ മസ്റ്ററിംഗ് ചെയ്യാത്ത നിരവധി ഗുണഭോക്താക്കളുടെ പെൻഷൻ താൽക്കാലികമായി നിർത്തിവെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെൻഷൻ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ പ്രവർത്തനക്ഷമമാണോ എന്നും പരിശോധിക്കുക. പല അറിയിപ്പുകളും SMS വഴിയാണ് ലഭിക്കുന്നത്. അക്കൗണ്ടിൽ തുക എത്തിയിട്ടില്ലെങ്കിൽ ഉടൻ ആശങ്കപ്പെടേണ്ടതില്ല. വിതരണം ഘട്ടം ഘട്ടമായി നടക്കുന്നതിനാൽ 3 മുതൽ 7 ദിവസം വരെ അധിക സമയം എടുക്കാൻ സാധ്യതയുണ്ടാവാം. സംസ്ഥാനത്ത് ഏകദേശം 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിതരണം പൂർണ്ണമായി പൂർത്തിയാക്കാൻ കുറച്ച് ദിവസങ്ങൾ വേണ്ടിവരും. പെൻഷൻ തുക ലഭിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ചില സാഹചര്യങ്ങളിൽ ബാങ്ക് വിവരങ്ങളിലെ പിശകുകൾ കാരണം തുക വൈകാൻ സാധ്യതയുണ്ട്. പുതിയ അപേക്ഷകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ അപേക്ഷ നൽകിയവർ അവരുടെ അപേക്ഷ സ്റ്റേറ്റസ് ഓൺലൈനായി പരിശോധിക്കണം. അംഗീകാരം ലഭിച്ചാൽ മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ. മരിച്ച ഗുണഭോക്താക്കളുടെ പേരിൽ പെൻഷൻ വാങ്ങുന്നത് നിയമവിരുദ്ധമാണ്. സർക്കാർ പരിശോധനകൾ ശക്തമായതിനാൽ അർഹത അല്ലാത്തവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ തുടരുകയാണ്. വീട് സന്ദർശിച്ചുള്ള പരിശോധനകൾ ചില പ്രദേശങ്ങളിൽ നടത്താൻ സാധ്യതയുണ്ട്. ഗുണഭോക്താക്കൾ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുന്നത് ഇത്തരം പരിശോധനകൾ സുലഭമാക്കും. പെൻഷൻ വിതരണം സംബന്ധിച്ച വ്യാജ വാർത്തകളിൽ വീഴരുത്. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമാണ് വിശ്വസിക്കേണ്ടത്. സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ നേരിട്ട് അന്വേഷിക്കുന്നത് നല്ലതാണ്. സർക്കാരിന്റെ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെട്ടാൽ കുടിശ്ശികയെക്കുറിച്ചും പെൻഷൻ ഗഡുക്കളെയും കുറിച്ചും തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ പല ഗുണഭോക്താക്കൾക്കുമുണ്ട്. അതായത് 3000 രൂപ എന്നുള്ള വാഗ്ദാനം ഒരുപക്ഷെ പിന്നീടായിരിക്കും അത് നടപ്പിലാവാൻ പോവുക. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിത പെൻഷൻ, കാർഷിക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളടക്കമുള്ള ഗുണഭോക്താക്കളും ഈ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് ബാധകമാണ്. ഈ വിവരം മറ്റുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഷെയർ ചെയ്തെത്തിക്കൂ. കൂടുതൽ പെൻഷൻ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.